ഹായ്, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കളെ, ഗ്രൂപ്പ് ഡിയിൽ നമുക്ക് ഇച്ചിരി ടഫായ സാധനമാണ് അനിമൽ കിങ്ഡം എന്ന് പറയുന്ന ഭാഗം. ചിലപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ നല്ല ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ അനിമൽ കിങ്ഡത്തെ അതിഭയങ്കരമായിട്ടൊന്നും പഠിക്കുന്നില്ല, പക്ഷേ അതിനകത്തുള്ള 11 ഫൈലത്തെയും ആ ഫൈലത്തിൻ്റെ ചില സ്പെഷ്യൽ ക്യാരക്ടറിനെയും അതുപോലെ ഓരോ ഫൈലത്തിൻ്റെയും പ്രധാനപ്പെട്ട എക്സാമ്പിളുകളും മാത്രം നോക്കുന്ന ഒരു സെക്ഷനാണ്. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പോയിന്റുകൾ കിട്ടും. അതൊന്ന് അടുക്കി പിറക്കി നമുക്ക് സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ അനിമൽ കിങ്ഡത്തിലെ 11 ഫൈലത്തെ നമ്മളൊന്ന് ആദ്യം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തത് പൊരിഫെറ. എടാ, ഞാൻ ഇങ്ങനെ ഒരു കഥ പോലെ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ച് എൻ്റെ കൂടെ ഇരിക്കണേ. സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ അല്ലെങ്കിൽ ഒരു കുട്ടി രാത്രി സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിപ്പോയപ്പോൾ പോലീസ് കണ്ടു. അവളെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നീ എവിടെ പോയിരുന്നടാ എന്ന് ചോദിക്കുന്നു. അപ്പം മറുപടി ഇത്രയേ ഉള്ളൂ, ഞാൻ പൊരി വാങ്ങിക്കാൻ പോയി. എവിടെ പോയി? പൊരി വാങ്ങിക്കാൻ പോയി. അപ്പോൾ ഒന്നാമത്തത് പൊരിഫെറ. ഒരല്പം മലയാളീകരിച്ച് പഠിച്ച സംഭവം ട്രിക്കി ആയിട്ട് നമുക്ക് ഇരിക്കും കേട്ടോ. ഒന്നാമത്തെ എന്താണ്ടാ? പൊരിഫെറ. അപ്പം ഞാൻ എവിടെ പോയി? പൊരി വാങ്ങിക്കാൻ പോയി. അപ്പം പോലീസുകാരൻ ചോദിക്കുകയാണ്, നീ എവിടെയാണ് പൊരി വാങ്ങിക്കാൻ പോയത്? എനിക്ക് സംശയമുണ്ട്. അപ്പം പറയുകയാണ്, ഞാൻ CC ബ്രദേഴ്സ് എന്ന് പറയുന്ന ഷോപ്പിലാണ് പോയത്. എന്താണ് CC ബ്രദേഴ്സ്? CC ബ്രദേഴ്സ് എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാക്കണം. ഒന്ന് സീലൻഡ്രേറ്റ, രണ്ടാമത്തത് ടീനോഫോറ. അപ്പോൾ CC ബ്രദേഴ്സ് എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? സീലൻഡ്രേറ്റയും ടീനോഫോറയുമാണ്. സീലൻഡ്രേറ്റ, ടീനോഫോറ. മക്കളെ, ടീനോഫോറ പഠിക്കാൻ ഇങ്ങനെ ഓർത്താൽ മതി. വിക്രം സിനിമ ഉണ്ടല്ലോ നമ്മുടെ കമൽഹാസൻ്റെ, അതിനകത്ത് കമൽഹാസനെ സഹായിക്കുന്ന ഒരു ലേഡി ഉണ്ടല്ലോ, അവരുടെ പേരെന്ന് ആലോചിച്ച് നോക്കടാ. ഏജന്റ് ടീന. ആരാണ്? ഏജന്റ് ടീന. ഒരു പൊളി ഐറ്റം ഇല്ലേടാ, അവരെക്കുറിച്ചാണ് നമ്മളിപ്പം പറഞ്ഞത്. ഏജന്റ് ടീന. അപ്പം ടീനോഫോറ. അപ്പോൾ സീലൻഡ്രേറ്റ, ടീനോഫോറ. സീലൻഡ്രേറ്റയ്ക്ക് മറ്റൊരു പേരുണ്ട്, നിഡേറിയ. സീലൻഡ്രേറ്റയുടെ മറ്റൊരു പേരെന്താണ് മക്കളെ? നിഡേറിയ. അപ്പോൾ നമ്മുടെ കഥ ആരംഭിക്കുകയാണ്. എടാ, നീ എവിടെ പോയിട്ട് വന്നു? പോലീസുകാരൻ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പൊരി വാങ്ങിക്കാൻ പോയി. അപ്പോൾ ഒന്നാമത്തത് പൊരിഫെറ. ഷോപ്പിൻ്റെ പേരെന്താ? അത് CC ബ്രദേഴ്സ്. CC ബ്രദേഴ്സ് ആരൊക്കെ? ഒന്ന് സീലൻഡ്രേറ്റ, രണ്ടാമത്തത് ടീനോഫോറ. എന്നിട്ട് പോലീസ് ചോദിക്കുകയാണ്, എവിടെയാ താമസം? അപ്പം പറഞ്ഞു, സാറേ ഞാൻ ആ ഫ്ലാറ്റിലാണ് താമസം. എവിടെയാണ്? ഫ്ലാറ്റിലാണ് താമസം. പ്ലാറ്റി ഹെൽമന്തസ്. അപ്പോൾ എവിടെയാണ് താമസം? ഫ്ലാറ്റിലാണ് താമസം. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുകയാണ്, ആ ഫ്ലാറ്റിന് പേരില്ലേ എന്ന് വെച്ചപ്പോൾ അവൻ പറയാണ് കേട്ടോ, ആ കുട്ടി പറയാണ്, ആ ഫ്ലാറ്റിൻ്റെ പേര് പറയാണ് അസ് അന. ഫ്ലാറ്റിന്റെ പേരെന്താണ്? അസ് അന. അസ് എന്ന് പറഞ്ഞാൽ അസ്ക് ഹെൽമന്തസ്. അന എന്ന് പറഞ്ഞാൽ അനലിഡ. അസ് അന. അസ് എന്ന് പറഞ്ഞാൽ അസ്ക് ഹെൽമന്തസ്. അന എന്ന് പറഞ്ഞാൽ അനലിഡ. അപ്പോൾ ഓർക്കണേടാ, കഥ ഒന്നുകൂടെ പറയാം. എവിടെ പോയിട്ട് വന്നു? എന്ത് വാങ്ങിക്കാൻ പോയി? അത് പൊരി വാങ്ങിക്കാൻ പോയി. പൊരിഫെറ. ഏത് കട? അത് CC ബ്രദേഴ്സ് ആരൊക്കെ? സീലൻഡ്രേറ്റ, ടീനോഫോറ. എവിടെന്നാ? എന്നിന്റെ വീട് എവിടെയാ? അതോ ആ ഫ്ലാറ്റാണ്. പ്ലാറ്റി ഹെൽമന്തസ്. ഫ്ലാറ്റിന് പേരില്ലേ? ഉണ്ട്. അസ് അന, അസ്ക് ഹെൽമന്തസ്, അനലിഡ. അപ്പൊ പോലീസുകാരൻ ചോദിക്കുകയാണ്, ആ ഫ്ലാറ്റിൽ നീ ആരുടെ മോളാണെന്ന് ചോദിക്കുകയാണ്. ആരുടെ മോളാണ്? ആർ എന്ന് പറഞ്ഞാൽ ആർത്രോപോഡ. മുള എന്ന് പറഞ്ഞാൽ മൊളാസ്ക. ഞാൻ പറഞ്ഞു മലയാളത്തിന് ക്യാരക്ടർ കൊടുത്ത് പഠിച്ചോ. അസ് അന എന്ന് പറഞ്ഞാൽ അസ്ക് ഹെൽമന്തസ്, അനലിഡ. ആരുടെ മോള? ആർത്രോപോഡ, മൊളാസ്ക. മക്കളെ, 8 സിമ്പിളായിട്ട് പഠിച്ചില്ലേ? 8 സിമ്പിളായി പഠിച്ചില്ലേ? ആ 8 നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കിയാലോടാ. ഒന്നാമത്തെ എന്താണ്ടാ? എവിടെ പോയി? പൊരി വാങ്ങിക്കാൻ പോയി. പൊരിഫെറ. എവിടെന്നാ വാങ്ങിച്ചത്? CC ബ്രദേഴ്സ്, സീലൻഡ്രേറ്റ, ടീനോഫോറ. നിന്റെ വീട് എവിടെ? അതാ ഫ്ലാറ്റാണ്. പ്ലാറ്റി ഹെൽമന്തസ്. ഫ്ലാറ്റിന് പേരില്ലേ? ഉണ്ട്. അസ് അന, അസ്ക് ഹെൽമന്തസ്, അനലിഡ. ആരുടെ മോള? ആർത്രോപോഡ, മൊളാസ്ക. 8 പഠിച്ചില്ലേ? ഇനി 3 മാന്യമായിട്ട് പഠിക്കാം. 9ാമത്തവൻ്റെ പേര് എക്കൈനോ ഡെർമേറ്റ. കൈ, നമ്മുടെ കൈ. എക്കൈനോ ഡെർമേറ്റ. 10ാമത്തത് ഹെമി കോർഡേറ്റ. 11ാമത്തത് കോർഡേറ്റ. 9ാമത്തത് എക്കൈനോ ഡെർമേറ്റ. 10ാമത്തത് ഹെമി കോർഡേറ്റ. 11ാമത്തത് കോർഡേറ്റ. ഇങ്ങനെ 11 ഫൈലമാണ് നമുക്കുള്ളതെന്ന് ഓർത്ത് വച്ചിരിക്കണം അനിമൽ കിങ്ഡത്തിനകത്ത്. ഈ 11 ഫൈലത്തെ ഒന്ന് ഇതുപോലെ കഥ പോലെ ഒന്ന് പറഞ്ഞു നോക്കി സെറ്റാക്കിയാൽ ഒരു ചെറിയൊരു കടമ നമ്മളവിടെ കടന്നു കഴിഞ്ഞു. ഇത്രയും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു മക്കളെ. അടുത്ത് നമ്മൾ പോകുന്നത് ഓരോ ഫൈലത്തിൻ്റെയും എക്സാമ്പിളും അതിൻ്റേതായ ചില പ്രത്യേകതകളും മാത്രം നമ്മളൊന്ന് ഫോക്കസ് ചെയ്തു പോകുന്നു. ഓക്കെ, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നാമത്തത് പൊരിഫെറ.
സ്പോഞ്ചസ് ആണ് പൊരിഫറുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. പൊരിഫറയുടെ എക്സാമ്പിൾ നമുക്ക് പറയുമ്പോൾ ഒന്നാമത്തത് സൈക്കോൺ, രണ്ടാമത്തത് സ്പോഞ്ചില്ല. എടാ സൈക്കോൺ നമ്മളിപ്പോൾ സാധാരണ നമ്മളെ ഇച്ചിരി അരവട്ട കേസുകളെ അല്ലെ, നമ്മളെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കളിലെ തന്നെ അരവട്ടത്തനം കാണിക്കുമോ നമ്മൾ പറയും നീ ഒരു സൈക്കോ എന്ന് പറയാറില്ലേ? സൈക്കോ, ഒരു ഇൻ കൂടെ കൊടുത്താൽ സൈക്കോൺ. രണ്ടാമത്തത് സ്പോഞ്ച് ഇല്ല. സ്പോഞ്ച് ഉണ്ടോ? സ്പോഞ്ച് ഇല്ല. സ്പോഞ്ച് ഉണ്ടോ? സ്പോഞ്ച് ഇല്ല. സൈക്കോ ആണോ? ആണ്. സൈക്കോണ്, സ്പോഞ്ച് ഇല്ല. അപ്പം പൊരിഫറയുടെ 2 എക്സാമ്പിൾ എന്തൊക്കെയാണ്? സൈക്കോണും അതുപോലെ സ്പോഞ്ചില്ലയും. ഇവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോർ ബിയറിംഗ് ആണ്. അവരുടെ ശരീരം ചെറിയ ദ്വാരങ്ങളുള്ള ശരീരമാണ് എന്നത് ഓർത്ത് വച്ചിരിക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നിഡാരിയ. നിഡേരിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ സീലൻഡ്രേറ്റ അല്ലെങ്കിൽ നിഡേറിയ എന്ന് പറയുന്നതിന് 3 എക്സാമ്പിൾ മസ്റ്റായിട്ടും പഠിച്ചു വെക്കണം. ഒന്നാമത്തത് ഹൈഡ്ര, രണ്ടാമത്തത് ജെല്ലി ഫിഷ്, മൂന്നാമത്തത് സീ അനിമോൺ. കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. ഹൈഡ്ര, ജെല്ലി ഫിഷ്, സീ അനിമോൺ എന്നിവ നിഡേറിയ എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. നിഡോസൈറ്റ്സ് കാണപ്പെടുന്നവരാണ് നിഡേറിയ. അപ്പോൾ നിഡേറിയകളുടെ പ്രത്യേകത എന്താണ്? നിഡേറിയകളുടെ അടുത്ത് നിഡോസൈറ്റ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അവരുടെ ശത്രുക്കളെ അവർക്ക് പിന്നെ ഇര പിടിക്കാനും അതുപോലെ ശത്രുവിന് രക്ഷപ്പെടാനും ഭക്ഷണം കണ്ടെത്താനും അങ്ങനെ കുറെ ആവശ്യത്തിനുള്ള സാധനമാണ് നിഡോസൈറ്റ്സ്. കൂടുതലൊന്നും നിങ്ങൾ അവിടെ കാട് കയറി ചിന്തിക്കണ്ട. ഒറ്റ വാക്ക് ഓർക്കുക, നിഡേരിയ എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് നിഡോസൈറ്റ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചാൽ ഹൈഡ്ര ഉണ്ട്, അതുപോലെ ജെല്ലി ഫിഷ് ഉണ്ട്, അതുപോലെ സീ അനിമോൺ ഉണ്ട്. അടുത്ത് നമ്മൾ നോക്കടാ ടീനോഫോറ. ഏജന്റ് ടീന പറഞ്ഞില്ലേ? ടീനോഫോറയുടെ 2 എക്സാമ്പിൾ പഠിച്ചു വെച്ചോ. ഒന്നാമത്തത് വാൾനട്ടിന്റെ ഷേപ്പിലുള്ള സീ വാൾനട്ട്, രണ്ടാമത്തത് പ്ലൂറോ ബ്രാക്കിയ. സിംഗുലർ പ്ലൂറൽ എന്ന് കേട്ടിട്ടില്ലടാ? സിംഗുലർ പ്ലൂറലിന്റെ പ്ലൂറോ, സിംഗുലർ പ്ലൂറലിന്റെ പ്ലൂറോ. ബ്രാക്കറ്റ് കേട്ടിട്ടില്ല? ബ്രാക്കറ്റ്, ബ്രാക്കിയ. അപ്പം പ്ലൂറോ ബ്രാക്കിയ. ഒന്നാമത്തത് സീ വാൾനട്ട്, രണ്ടാമത്തത് പ്ലൂറോ ബ്രാക്കിയ. ഇത് രണ്ടും എന്തിന്റെ എക്സാമ്പിൾ ആണടാ? ടീനോഫോറയുടെ എക്സാമ്പിൾ ആണ്. മറക്കല്ലേ, ടീനോഫോറയുടെ എക്സാമ്പിൾ ആരൊക്കെയാണ്? സീ വാൾനട്ടും അതുപോലെ പ്ലൂറോ ബ്രാക്കിയയും. ഈ പറയുന്ന നമ്മളിപ്പം പറഞ്ഞ ഈ ടീനോഫോറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പ്രഷൻ അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് കോംബ് പ്ലേറ്റ്സ് കാണപ്പെടുന്നത് മനസ്സിലാക്കണം. അവൻ്റെ അടുത്ത് എന്തുണ്ട്? കോംബ് പ്ലേറ്റ് ഉണ്ട്. അപ്പം കോംബ് പ്ലേറ്റ് കാണപ്പെടുന്നത് ആരടുത്ത്? ടീനോഫോറ. നെമാറ്റോസൈറ്റ്സ് കാണപ്പെടുന്ന ആരടുത്ത്? നിഡേറിയ. ചെറിയ സുഷിരങ്ങൾ അവൻ്റെ ബോഡിയിലുണ്ട്, ആരടുത്ത്? അത് പൊരിഫറ. ഹൈഡ്ര എന്തിൻ്റെ എക്സാമ്പിൾ? നിഡേറിയ. സീ വാൾനട്ട് എന്തിൻ്റെ എക്സാമ്പിൾ? ടീനോഫോറ. മനസ്സിലായ? ചിലപ്പോൾ നമുക്ക് ചോദിക്കാം തന്നിരിക്കുന്നതിൽ കോംബ് പ്ലേറ്റ് ഉള്ളതാരെടുത്ത്? ഓപ്ഷൻ ഹൈഡ്ര, ജെല്ലി ഫിഷ്, സീ അനിമോൺ, സീ വാൾനട്ട്. അപ്പോൾ അവിടെ എഴുതേണ്ട ഉത്തരം സീ വാൾനട്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾസും അവൻ്റെ പ്രത്യേകതയും പഠിച്ചു വയ്ക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്ത് ഉപകാരപ്പെടും. ഇതിൻ്റെ അല്ലാത്ത സാധനം ഞാൻ വീണ്ടും വേറെ കൊണ്ടുവരും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ. പക്ഷേ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കത്. അടുത്തതാണ് നമ്മൾ നോക്കുന്നു ഫ്ലാറ്റി ഹെൽമിന്തസ്. പിള്ളേരെ ഫ്ലാറ്റി ഹെൽമിന്തസിന്റെ എക്സാമ്പിൾ നോക്കടാ. ഒന്നാമത്തത് പ്ലനേറിയ, രണ്ടാമത്തത് ടേപ്പ് വേം, മൂന്നാമത്തത് ലിവർ ഫ്ലൂക്ക്. ഈ പറയുന്ന ഫ്ലാറ്റി ഹെൽമിന്തസിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ അവരിൽ ചില ആൾക്കാർ പാരസൈറ്റിക് ആയിരിക്കും, വേറൊരുത്തൻ്റെ പെടലിലായിരിക്കും ജീവിക്കുന്നത്. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പാരസൈറ്റിക്കും മറ്റൊരു വിഭാഗം ഫ്രീ ലിവിങ്ങുമാണ്, സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഫ്ലാറ്റി ഹെൽമിന്തസിന്റെ എക്സാമ്പിൾ ആരൊക്കെയാണ്? സ്വതന്ത്രമായി ജീവിക്കുന്ന പ്ലനേറിയ, പാരസൈറ്റിക് ആയ ടേപ്പ് വേം, അതുപോലെ പാരസൈറ്റിക് ആയ ലിവർ ഫ്ലൂക്ക് എന്നിവരാണ് എന്തിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്? ഫ്ലാറ്റി ഹെൽമിന്തസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഫ്ലാറ്റാ, പരന്ന ബോഡിയാ. അങ്ങനെ ഓർത്ത് വെച്ചാൽ പരന്ന ഫ്ലാറ്റാ അങ്ങനെ ഓർത്ത് വെച്ചാൽ പരന്ന ബോഡിയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഫ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്ന ഒന്ന് പ്ലനേറിയ, രണ്ടാമത് ടേപ്പ് വേം, മൂന്നാമത്തെ ലിവർ ഫ്ലൂക്ക്. എന്നാൽ അതിനകത്ത് പ്ലനേറിയുടെ പ്രത്യേകത അവൻ ഫ്രീ ലിവിംഗ് ആണെന്ന് മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അസ്ക ഹെൽമിന്തസ്. അസ്ക ഹെൽമിന്തസിന്റെ എക്സാമ്പിൾ പ്രധാനമായിട്ടും 2 പേർ ഓർത്ത് വെച്ചിരിക്കുക. ഒന്നാമത്തത് അസ്കാരിസ് എന്ന് പറയുന്ന റൗണ്ട് വേം, രണ്ടാമത്തത് ഊച്ചെറേറിയ എന്ന് വിളിക്കുന്ന ഒരു ഫൈലേറിയം വിര. നമ്മൾ ഈ മന്തിനൊക്കെ കാരണമാകുന്ന വിരയുണ്ടല്ലോ, ഫൈലേറിയ. മന്തെന്ന് പറയുന്ന ഫൈലേറിയാസിസ് ഉണ്ടല്ലോ, എലിഫന്റാസിസ് ഉണ്ടല്ലോ, അതിന് കാരണമാകുന്ന വിരയുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഊച്ചെറേറിയ എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഊച്ചെറേറിയ എന്ന് പറയുന്ന ഫൈലേറിയ വേം, അതുപോലെ അസ്കാരിസ് അല്ലെങ്കിൽ റൗണ്ട് വേം എന്ന് വിളിക്കുന്ന അസ്കാരിസ്, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ് എന്ന് ചോദിച്ചാൽ എന്തിന്റെ ആണ്? അസ്ക ഹെൽമിന്തസിന്റെ എക്സാമ്പിൾ ആണ്. ഇനി അസ്ക ഹെൽമിന്തസിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഇവർ സൂഡോ സീലോം ആണെന്ന് മനസ്സിലാക്കണം. ഈ സീലോം എന്ന് പറഞ്ഞാൽ അകത്തുള്ള ക്യാവിറ്റി എന്ന് പറയും, അതാണ് സീലോം എന്ന് പറയുന്നത്. ഇവരെങ്ങനത്തെ വിഭാഗം എന്ന് വെച്ചാൽ സൂഡോ സീലോം എന്നുള്ള ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അവിടെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ കൂടുതലൊന്നും പറഞ്ഞ് ഭയങ്കര കൺഫ്യൂഷൻ ആക്കാനൊന്നും ഞാൻ ഇവിടെ താല്പര്യപ്പെടുന്നില്ല. പോയിന്റുകൾ മാത്രം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇതൊരു റിവിഷൻ പോലെ ഓർക്കുക. അപ്പോൾ അസ്ക ഹെൽമിന്തസിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ അസ്കിൽ തന്നെ ഉണ്ട് അസ്കാരിസ്, ഊച്ചെറേറിയ. 2 പേരും സൂഡോ സീലോം ടൈപ്പിൽ വരുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അനലിഡ.
അനലിഡ് എന്ന് പറയുന്ന വിഭാഗത്തിനകത്ത് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ എർത്തുവം എന്ന് പറയുന്ന മണ്ണിര ഉണ്ട്, അതുപോലെ ലീച്ച് അല്ലെങ്കിൽ അട്ടകളുണ്ട്, അതുപോലെ നെറീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ എർത്തുവോമോ, ലീച്ച്, നെറീസ് എന്നിവ അനലിഡയുടെ എക്സാമ്പിൾസ് ആണ്. എർത്തുവോമോ, ലീച്ച്, നെറീസ് എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിളാണ്? നമ്മുടെ അനലിഡയുടെ എക്സാമ്പിളാണ്. ഇവരുടെ പ്രത്യേകത, ഇവരുടെ ബോഡി സെഗ്മെന്റഡ് ബോഡി ആണെന്ന് മനസ്സിലാക്കണം. ഇവരുടെ ബോഡിയുടെ പ്രത്യേകത അപ്പോൾ ഓർക്കണം. ഓപ്ഷനകത്ത് സെഗ്മെന്റഡ് ബോഡീസ് എന്ന് ചോദിച്ചാൽ അത് അനലിഡയാണ്. തന്നിരിക്കുന്നതിൽ സെഗ്മെന്റഡ് ബോഡീസ് ഏതെന്ന് ചോദിച്ചാൽ ഒന്നല്ലെങ്കിൽ മണ്ണിര ഓപ്ഷൻ, അല്ലെങ്കിൽ ലീച്ച് ഓപ്ഷൻ, അല്ലെങ്കിൽ നെറീസ് ആയിരിക്കും ഓപ്ഷനിൽ വരുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ എഴുതാൻ പഠിക്കണം. ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണല്ലോ. ഇനി അതുമാതിരി പരന്ന ഒരു ഫ്ലാറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിലോ അത് നമുക്കറിയാം. പ്ലനേറിയ ഉണ്ട്, ടേപ്പ് വേം ഉണ്ട്, അതുപോലെ ലിവർ ഫൂക്ക് ഉണ്ട്. അവിടെ നമ്മൾ ഫ്ലാറ്റി ഹെൽമെന്തസ് ആണെന്ന് വിളിച്ചത്. അസ്ക് ഹെൽമെന്തസ് എന്ന് പറഞ്ഞാൽ അസ്കാരിസ് ഉണ്ട്, അതുപോലെ ചെറേറിയ ഉണ്ട് എന്നുള്ള കാര്യം മറക്കണ്ട. അപ്പോൾ ഈ കാര്യം ഓർക്കണം. നാലാമത്തെ ഫ്ലാറ്റി ഹെൽമെന്തസിന്റെ എക്സാമ്പിളും, അഞ്ചാമത്തെ അസ്ക് ഹെൽമെന്തസിന്റെ എക്സാമ്പിളും, ആറാമത്തെ അനലിയുടെ എക്സാമ്പിൾ. ഞാൻ തരുന്ന എക്സാമ്പിളുകളെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. അനലിയുടെ എക്സാമ്പിൾ ഒന്ന് എർത്ത് വേം ഉണ്ട്, ലീച്ച് ഉണ്ട്, നെറീസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഇവരുടെ പ്രത്യേകത സെഗ്മെന്റഡ് ബോഡിയാണെന്ന് മനസ്സിലാക്കണം. നെക്സ്റ്റ് നമ്മളിതാ പോകുന്നു. ആർത്രോപോഡ എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ ഈ പറയുന്ന അനിമൽ കിങ്ഡത്തിലെ ഏറ്റവും വലിയൊരു വിഭാഗമാണ്, ഒരു കിടുക്കാച്ച് വിഭാഗമാണ്. ആരെന്ന് പറയുന്നത്? ആർത്രോപോഡ എന്ന് പറയുന്നത്. അതിനെ തന്നെ വീണ്ടും നമ്മൾ 4 സബ് ഫൈലമായിട്ട് തിരിക്കും. തൽക്കാലം അതൊന്നും നമ്മൾ ഇവിടെ നോക്കണ്ട. നമ്മൾ നോക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഇത് ആരൊക്കെയാണ് ഈ വിഭാഗത്തിൽ വരുന്നതെന്നും നോക്കിയാൽ മതി. ഒന്ന് പാറ്റ എന്ന് പറയുന്ന വിഭാഗം, അതുപോലെ ചിത്രശലഭം, ബട്ടർഫ്ലൈ, അതുപോലെ കൊതുക്, മൊസ്കിറ്റോ, അതുപോലെ ഉറുമ്പ്, അതുപോലെ തേനീച്ചകൾ, അതുപോലെ ഞണ്ട് ഇതിനകത്താണ് വരുന്നത്, ചെമ്മീൻ ഇതിനകത്താണ് വരുന്നത്, അതുപോലെ ലോബ്സ്റ്റർ എന്ന് പറയുന്ന വിഭാഗം ഇതിനകത്ത് വരുന്നത്. നമ്മുടെ ചിലന്തി ഉണ്ടല്ലോ, സ്പൈഡർമാൻ അല്ല ഇതിനകത്താണ് വരുന്നത്. അതുപോലെ സ്കോർപ്പിയോൺ ഉണ്ടല്ലോ, തേള്, അതുപോലെ പല അസുഖങ്ങൾ കാരണം ടിക്ക് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങളുണ്ടല്ലോ, ലൈം ഡിസീസ് പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന ടിക്ക്. ഇതൊക്കെ എന്തിനകത്താണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അത് ആർത്രോപോഡയ്ക്കകത്താണ് വരുന്നത്. അപ്പോൾ ആർത്രോപോഡയാണ് ഏറ്റവും കൂടുതലുള്ള ഏറ്റവും കൂടുതലുള്ള വിഭാഗം ഒന്ന് മനസ്സിലാക്കുക. അതിൻ്റെ എക്സാമ്പിൾസ് ചോദിച്ചാൽ നമുക്ക് പറയാം കോക്രോച്ച്, അതുപോലെ ബട്ടർഫ്ലൈ, അതുപോലെ മൊസ്കിറ്റോ, അതുപോലെ ആൻഡ്, ഹണി ബി. അതൊക്കെ നിങ്ങളെ മനസ്സിൽ പെട്ടെന്നിരിക്കും. ഞണ്ട്, ചെമ്മീൻ, ലോബ്സ്റ്റർ ഇത് ഇതിനകത്താണ് വരുന്നത് എന്നുള്ള മറക്കരുത്. ആർത്രോപോഡയിലാണ് ആരൊക്കെ വരുന്നത്? ഞണ്ട്, ചെമ്മീൻ, ലോബ്സ്റ്റർ ഒക്കെ വരുന്നത്. അതുപോലെ ചിലന്തി, അതുപോലെ തേള്, ടിക്ക് ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? ആർത്രോപോഡയുടെ എക്സാമ്പിൾസ് ആണ്. ഇവൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർക്ക് ജോയിൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. എന്തുണ്ട്? ജോയിൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ജോയിൻ്റ് ഉള്ള കാലുകളുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ വിഭാഗങ്ങൾക്ക് ജോയിൻ്റോട് കൂടിയ കാലുകളുണ്ട് എന്നത് മനസ്സിലാക്കണം. ഇതാണ് ആർത്രോപോഡയുടെ എക്സാമ്പിൾസ്. ഞാൻ പറഞ്ഞു ആർത്രോപോഡ വീണ്ടും തിരിക്കും 4 ആയിട്ട്. പക്ഷെ നമ്മൾ അതിലോട്ടൊന്നും എന്ത് ചെയ്യുന്നില്ല, കടക്കുന്നില്ല. ഈ കാര്യം മാത്രം നിങ്ങൾ ഓർത്ത് വച്ചിരിക്കുക. കാരണം ഇതൊരു ഗ്രൂപ്പ് ഡിക്ക് ആവശ്യമുള്ള സാധനം എന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. അടുത്ത് മൊളാസ്ക. മൊളാസ്ക വിഭാഗത്തിനകത്ത് അടുത്ത് നമ്മൾ പഠിക്കേണ്ടത് ഒന്നാമത്തത് ഒച്ച്, അതുപോലെ കക്ക, അതുപോലെ ഓയിസ്റ്റർ എന്നൊരു വിഭാഗം, അതുപോലെ കണവ, ഒക്ടോപ്പസ്, അതുപോലെ സ്ക്വിഡ്, അതുപോലെ കട്ടിൽ ഫിഷ്, നമ്മുടെ ഒക്ടോപ്പസ് അല്ലെങ്കിൽ എന്താ പറയുക, നീരാളി എന്ന് പറയുന്ന ഐറ്റം. ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ സ്നെയില്, അതുപോലെ കക്ക ഉണ്ട്, അതുപോലെ ഓയിസ്റ്റർ ഉണ്ട്, അതുപോലെ ഒക്ടോപ്പസ് ഉണ്ട്, അതുപോലെ സ്ക്വിഡ് ഉണ്ട്, അതുപോലെ കട്ടിൽ ഫിഷ്. ഈ പറയുന്നവയൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണെന്ന് മനസ്സിലാക്കണം? മൊളാസ്കയുടെ എക്സാമ്പിളാണെന്ന് മനസ്സിലാക്കണം. ഇവരുടെ പ്രത്യേകത, ഇവരുടെ ബോഡി എന്ന് പറയുന്നത് ഒരു മൃദുവായ ബോഡി ആയിരിക്കും. അതുപോലെ പലർക്കും ഷെല്ല് ഉണ്ടായിരിക്കും. പലർക്കൊരു പുറം കവചമായിട്ട് എന്തുണ്ടായിരിക്കും? ഷെൽസ് ഉണ്ടായിരിക്കും എന്നത് മനസ്സിലാക്കണം. അപ്പോൾ ഉറപ്പായിട്ടും 7ാമത്തവനും 8ാമത്തവനും നീ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. അവർ നമ്മളെ കുഴപ്പിക്കുന്ന ആൾക്കാരാണ്. അതിൽ കൂടുതൽ എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസിന് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ തരുന്ന ഈ സാധനം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ അനിമൽ കിങ്ഡത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം നിങ്ങൾക്ക് ഭാരം ഇറക്കി വെക്കാൻ പറ്റും, ഉറപ്പാണ്. അടുത്തെന്ന് പറയുന്നത് എക്കൈനോഡെർമേറ്റ. മക്കളെ, എക്കൈനോഡെർമേറ്റയ്ക്ക് നീ 3 പേരെ പഠിച്ചു വെച്ചാൽ മതി. ഒന്നാമത്തത് സ്റ്റാർ ഫിഷ് എന്ന് പറയുന്ന ഒരു വിഭാഗം, രണ്ടാമത്തത് നമ്മളെ സീ കുക്കുംബർ, മൂന്നാമത്തത് സീ അർച്ചിൻ എന്ന് പറയുന്ന ഒരു വിഭാഗം. അപ്പോൾ എക്കൈനോഡെർമേറ്റ എന്ന് പറയുമ്പോൾ ഓർത്തു വെച്ചിരിക്കുക, എക്കൈനോഡെർമേറ്റയിൽ എപ്പോഴും അവരുടെ ത്വക്കിൽ മുള്ളുകൾ പോലെ കാണപ്പെടും. അതാണ് ആ ഒരു വിഭാഗം. സ്റ്റാർ ഫിഷ് നിങ്ങൾക്ക് അറിയില്ലേ? അതുപോലെ എക്കൈനോഡെർമേറ്റയ്ക്ക് വേറൊരു പ്രത്യേകത, അവരുടെ ഭാഗം നമ്മളെ പല്ലി പോലെയാണ്. പല്ലിയുടെ വാല് പോയാൽ പുതിയത് വരുമെന്ന് പറഞ്ഞതുപോലെ ഇവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കൊണ്ടുവരാൻ സ്റ്റാർ ഫിഷിന് പറ്റും. അപ്പോൾ എക്കൈനോഡെർമേറ്റുകൾക്ക് ചിലർക്ക് അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ സ്റ്റാർ ഫിഷ് ഉണ്ട്, അതുപോലെ സീ കുക്കുംബർ ഉണ്ട്, സീ അർച്ചിൻ. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? എക്കൈനോഡെർമേറ്റയുടെ എക്സാമ്പിളാണ്, മറക്കരുത്. അപ്പോൾ സ്റ്റാർ ഫിഷ് എന്തിൻ്റെ എക്സാമ്പിളാണ്? എക്കൈനോഡെർമേറ്റയുടെ എക്സാമ്പിളാണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് ട്യൂബ് ഫീറ്റ്,
അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 കാര്യം ഓർത്ത് വെക്കുക. ട്യൂബ് ഫീറ്റ് ആരെടുത്തുണ്ട്? എക്കനോഡെർമേറ്റ. വാട്ടർ വാസ്കുലർ സിസ്റ്റം ആരെടുത്താണ്? എക്കനോഡെർമേറ്റ. മക്കൾ ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണേ. ഞാൻ തന്നെ അടുത്തൊരു ലൈവ് സെക്ഷനിൽ നിങ്ങളതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ ഞാൻ തന്നെ അടുത്ത ലൈവ് സെക്ഷനിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കൊണ്ടുവരും. ക്വസ്റ്റ്യൻസോട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താവും, ഈ ഏരിയ എന്ത് ചെയ്യും, നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും. കിട്ടിയോടാ? നിങ്ങളത് ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ ഓർക്കടാ, നമുക്ക് വാട്ടർ വാസ്കുലർ സിസ്റ്റം ആരെടുത്ത്? എക്കനോഡെർമേറ്റ. ട്യൂബ് ഫീറ്റ് ആരെടുത്ത്? കോംബോപ്ലേറ്റ് ആരെടുത്ത്? നിഡോസൈഡ്സ് ആരെടുത്ത്? ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇരിക്കണം കേട്ടോ. അതാണ് നമുക്ക് ആവശ്യം. സൂഡോസീലോം ആരുമായി ബന്ധപ്പെട്ടത്, ഇതൊക്കെ ഷെല്ല് ആരെടുത്തുണ്ട്, ഇങ്ങനത്തെ സാധനമൊക്കെ ടപ്പട്ടപ്പേ നമ്മുടെ മനസ്സിൽ ഓർമ്മ ഓർമ്മ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഉറപ്പായിട്ട് ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു ആഴ്ചയ്ക്കകത്ത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. അപ്പോൾ നിങ്ങൾ എന്നെ ടപ്പട്ടപ്പേ എനിക്ക് എന്ത് ചെയ്യണം, ലൈവിൽ പറഞ്ഞു തരണം. അടുത്ത് നോക്കടാ, ഹെമികോർഡേറ്റ. ഹെമികോർഡേറ്റ എന്ന് പറയുന്ന സംഭവം പറയുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോടാ? അവിടെ ബലാനോഗ്ലോസസ് എന്ന് പറയുന്ന ഒരു സാധനം. എന്താണ് അവൻ്റെ പേര്? ബലാനോഗ്ലോസസ്. വേറെ ഒന്നും വേണ്ട. ഹെമികോർഡേറ്റ ഒറ്റ പേര് ഓർത്ത് വെച്ചിരിക്കുക, ബലാനോഗ്ലോസസ്. ബലമുള്ളവൻ, ബലാനോഗ്ലോസസ്. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഓം ലൈക്ക് ബോഡിയാണ്. ഒരു പുഴുവിനെ പോലെയുള്ള ഒരു ബോഡിയാണ്. ഓം ലൈക്ക് സ്ട്രക്ചർ ബോഡിയാണ് ആർക്കുള്ളത്? ഹെമികോർഡേറ്റയിലെ ബലാനോഗ്ലോസസിനുള്ളത്. അടുത്ത ആളാണ് കോർഡേറ്റ എന്ന് പറയുന്ന വിഭാഗം. മക്കളെ, കോർഡേറ്റയുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഫിഷ്, മത്സ്യം പറയാം. അതുപോലെ ആംബിബിയൻസ് എന്ന് പറയുന്ന ഉഭയജീവികളെ പറയാം. അതുപോലെ റെപ്റ്റൈൽസ് എന്ന് പറയുന്ന ഉരക വിഭാഗത്തെ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേർഡ്സ്, പക്ഷികളെ, ഏവ്സ് അല്ലെങ്കിൽ പക്ഷികളെ പറയാം. അതുപോലെ മാമൽസ് അല്ലെങ്കിൽ സസ്തനികളെ പറയാം. അപ്പോൾ നമ്മുടെ ഫിഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പിസസ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതുപോലെ ഉഭയജീവികളെ പറയാം, ആംബിബിയൻസിനെ പറയാം, റെപ്റ്റൈൽസിനെ പറയാം, അതുപോലെ ബേർഡ്സ് അല്ലെങ്കിൽ ഏവ്സിനെ പറയാം, അതുപോലെ മാമൽസ്. ഇതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? കോർഡേറ്റയുടെ എക്സാമ്പിളാണ്. കോർഡേറ്റയുടെ പ്രത്യേകത ചോദിച്ചാൽ അവരുടെ അടുത്ത് നോട്ടോകോഡ് കാണും, ചിലർക്ക് നട്ടെല്ലും കാണും. നോട്ടോകോഡ്, നട്ടെല്ല് എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് കോർഡേറ്റ എന്ന് പറയുന്ന സാധനം. നോട്ടോകോഡ്, നട്ടെല്ല് ഇവയുമായി ബന്ധപ്പെട്ടതാണ് കോർഡേറ്റ എന്ന് പറയുന്ന സാധനം. മക്കളെ, അടുത്ത് ഞാനൊരു പ്രത്യേക സ്ലൈഡുമായിട്ട് വരും. അടുത്തൊരു സെക്ഷനിൽ ഞാൻ വരുന്ന ഇതാണ് 11ാമത്തെ കോർഡേറ്റയിൽ മത്സ്യത്തിൻ്റെ ആ വിഭാഗത്തിൻ്റെ എക്സാമ്പിൾ, ഉഭയജീവികളുടെ എക്സാമ്പിൾ, റെപ്റ്റൈലിൻ്റെ എക്സാമ്പിൾ, ബേഡ്സിൻ്റെ എക്സാമ്പിൾ, സസ്തനികളുടെ എക്സാമ്പിളുമായിട്ട് ഞാൻ അടുത്തൊരു സെക്ഷനിൽ കുഞ്ഞു വീഡിയോയുമായിട്ട് വരും. അപ്പോൾ ഇത്രയും സാധനങ്ങളൊന്നും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഇങ്ങനെ 2-3 സെക്ഷന് ശേഷം നമ്മൾ അതിൻ്റെ പരീക്ഷ നടത്തുമ്പോൾ നിങ്ങൾ സംഭവം സെറ്റായിക്കോളും. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് എൻ്റെ ഒരു ചെറിയൊരു പരിശ്രമമാണ് നിങ്ങൾ ആ ഒരു ഏരിയ ഒന്ന് ഫെമിലിയർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇത്രയും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഓക്കെ ആണ്, കണ്ട് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു എങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇട്ടേക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു സെക്ഷനുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.